ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ എൻഗേജിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഗൂഗിൾ പിക്സൽ 4നെ പരിചയപ്പെടാം. അൺബോക്സ് ചെയ്യാനുള്ളത് പിക്സൽ 4 ആണ്. 2019 ഒക്ടോബർ 15 അമേരിക്കയിലെ ന്യൂയോർക്കിൽ വെച്ച് നടന്ന മേഡ് ബൈ ഗൂഗിൾ ഇവന്റിലാണ് ഗൂഗിൾ തങ്ങളുടെ സ്മാർട്ട് ഫോൺ സീരീസിലെ ഏറ്റവും പുതിയ പതിപ്പായ പിക്സൽ 4 അവതരിപ്പിച്ചത്. പതിവ് പോലെ തന്നെ ആ മാസം അവസാന വാരം US-ൽ ഈ ഫോൺ റിലീസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ആ വാർത്ത എത്തിയത്. ഇന്ത്യൻ യൂസേഴ്സിനെ ആകെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഗൂഗിൾ പിക്സൽ 4 ഇന്ത്യയിൽ ലഭ്യമാകില്ല. എന്താണ് അതിന് കാരണം? ഗൂഗിൾ തങ്ങളുടെ സ്മാർട്ട് ഫോണായ പിക്സൽ 4ൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നൂതന ടെക്നോളജിയാണ് അതിന് തടസ്സമായത്. 60 Hz ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞു റഡാർ ഇന്ത്യയിലെ നിലവിലെ നിയമം അനുസരിച്ച് ഒരു സാധാരണ ഫോണിന് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ നിയമമാണ് ഗൂഗിൾ പിക്സൽ 4ന് ഇന്ത്യയിൽ തിരിച്ചടിയായത്. പിക്സൽ ഫോണുകൾ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് അതിന്റെ ഇൻക്രെഡിബിൾ ക്യാമറ തന്നെയാണ്. അവരുടെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും കൂടിച്ചേർന്നുള്ള കമ്പ്യൂട്ടേഷണൽ ഫോട്ടോഗ്രാഫി യൂസേഴ്സിന് മികച്ചൊരു അനുഭവം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഇന്ത്യയിൽ ലഭ്യമല്ലാത്തൊരു മോഡൽ US-ൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യിക്കാൻ പറ്റി. മറ്റൊന്ന്, ഐ എം എ ഫോൺ ലവർ. പിക്സൽ പോലുള്ള ഹൈ എൻഡ് മോഡലുകൾ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് അതിന്റെ ക്യാമറ, ഡിസൈൻ, സൗണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ ധൃതി കാണും. അപ്പോൾ നമുക്കിതൊന്ന് എത്രയും വേഗം അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് പിക്സൽ 4ൻ്റെ റീറ്റെയിൽ ബോക്സ്. ഒരു സ്റ്റാൻഡേർഡ് റീറ്റെയിൽ ബോക്സ് ആണ്. ബ്രാൻഡ് ലോഗോ. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. Google Pixel 4 is here. ഇതിൻ്റെ റീറ്റെയിൽ ബോക്സിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് നോക്കാം. യൂസർ മാനുവൽ, SIM toolkit, USB-C cable, USB 2.0, quick switch adapter, ഇത് നമുക്ക് OTG ആയി മറ്റും ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ മെയിൻ പവർ അഡാപ്റ്റർ, USB Type-C, AC പിൻ ടൈപ്പ് വരുന്നത് US ആണ്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ റീറ്റെയിൽ ബോക്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഫോൺ വെരി ബ്യൂട്ടിഫുൾ. വളരെ മികച്ചൊരു ഡിസൈനാണ്. ശരിക്കും ഫോൺ എന്ന് പറയുമ്പോൾ ഈ ഒരു സൈസ് മതി. ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത് 5.7 ഇഞ്ച് ഫുൾ HD പ്ലസ് POLED ഡിസ്പ്ലേ ആണ്. PPI ഡെൻസിറ്റി 444. ഇനി നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. പ്യുവർ ആൻഡ്രോയിഡ് 10 ആണ് ഇതിൻ്റെ വേർഷൻ. അതുകൊണ്ട് തന്നെ എവറി മന്ത് ഓഫ് ഫസ്റ്റ് വീക്ക് എന്തായാലും ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം.
ചില ഫോണുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി പല പ്രോബ്ലംസും കാണിക്കാറുണ്ട്, ബാറ്ററി ഡ്രെയിൻ, ലാഗ് എന്നിവ പോലുള്ളത്. എന്നാൽ പിക്സൽ ഫോണുകളെ സംബന്ധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതോടുകൂടി ഫോൺ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെക്കും. വെരി ഫാസ്റ്റ് ബൂട്ടിംഗ് ആണ്. ഇതിൻ്റെ ക്യാമറ നമുക്ക് നോക്കാം. ആ വ്യൂ ഫൈൻഡർ എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നുണ്ട്, ആ ഒരു ക്ലാരിറ്റി, ഡീറ്റെയിൽസ്. ജി ക്യാം എന്നറിയപ്പെടുന്ന ഗൂഗിൾ ക്യാം, ഇതിൻ്റെ UI വളരെ ഫ്രണ്ട്ലി ആണ്. നമുക്കൊരു പിക്ക് എടുത്ത് നോക്കാം. നൈറ്റ് സൈറ്റ് പിക്സൽ 3ലാണ് ഗൂഗിൾ ആദ്യമായി നൈറ്റ് സൈറ്റ് അവതരിപ്പിച്ചത്. ഇനി ഇതിൻ്റെ ചിപ്പ് വരുന്നത് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8557NM ആണ്. CPU ഒക്ടാ കോർ, GPU ആണെങ്കിൽ Adreno 640, 6GB RAM, 64 128GB ഇൻറ്റേർണൽ മെമ്മറി വരുന്നുണ്ട്. ഇതിൻ്റെ 4 സവിശേഷതകൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഇതിൻ്റെ 90 Hz റിഫ്രഷ് റേറ്റ് ഫോർ സ്മൂത്ത് ഡിസ്പ്ലേ. 2, ഇതിൻ്റെ ഇൻക്രെഡിബിൾ ക്യാമറ. മൂന്നാമതായി ഇതിൻ്റെ മോഷൻ സെൻസ്, വളരെ ഉപകാരപ്രദമായ ഒരു ഫീച്ചറാണിത്. കോൾ സൈലൻറ്റ് ചെയ്യാനും അലാം സ്നൂസ് ചെയ്യാനും മ്യൂസിക് പോസ്റ്റ് ചെയ്യാനും നെക്സ്റ്റ് ചെയ്യാനും എല്ലാം ഫോണിൽ തൊടാതെ തന്നെ ഇത് പ്രവർത്തിപ്പിക്കാം. നിർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇത് ലോക്ക്ഡ് ആണ്. സോളി റഡാർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഗൂഗിൾ ഏകദേശം 4 വർഷം കൊണ്ടാണ് ഈ ടെക്നോളജി വികസിപ്പിച്ചെടുത്തത്. പിന്നെ ഇതിൻ്റെ ഈസി ഗ്രിപ്പ് ഡിസൈൻ ആണ് നാലാമതായി എടുത്തു പറയേണ്ടത്. പിന്നെ IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നാനോ ആൻഡ് eSIM സപ്പോർട്ടുണ്ട്. ബാറ്ററി മാനേജ്മെൻറ്റ്, കോൾ മാനേജ്മെൻറ്റ്. പിന്നെ പിക്സൽ ഫോണുടെ മറ്റൊരു എടുത്തു പറയേണ്ട ക്വാളിറ്റി അതിൻ്റെ ശബ്ദം തന്നെ. വളരെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ടാണ് യൂസേഴ്സിന് നൽകുന്നത്. അത് പിക്സൽ 2 ആയാലും 3 ആയാലും വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റി നമുക്ക് തരുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് വരുന്നത് കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 5 ആണ്. ഫ്രെയിം ആണെങ്കിൽ അലൂമിനിയം. പവർ ബട്ടൺ വൈറ്റ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. വോളിയം റോക്ക്, റിംഗർ, ചാർജിങ് പോർട്ട്, മൈക്ക്, പിന്നെ സിം ട്രേ, പിന്നെ മൈക്ക്, പിന്നെ ഇതിൻ്റെ ഡുവൽ ക്യാം, ഡുവൽ പിക്സൽ ഡുവൽ ക്യാം. മൂന്ന് കളറുകളിലാണ് പിക്സൽ 4 ലഭ്യമാകുന്നത്. ജസ്റ്റ് ബ്ലാക്ക്, ക്ലിയർലി വൈറ്റ്, പിന്നെ ഓസോ ഓറഞ്ച്. മുമ്പത്തേതിൽ നിന്നും വ്യത്യസ്തമായി ഗൂഗിൾ ഇതിൽ ഫേസ് ID ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ സുരക്ഷയ്ക്കായി ടൈറ്റാൻ M സെക്യൂരിറ്റി ചിപ്പ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ് ലോക്കാണ് ഗൂഗിൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്.
മെയിൻ ക്യാം വരുന്നത് 12.2 മെഗാ പിക്സലാണ്, അപ്പാച്ചർ 1.7, പിന്നെ 27mm വൈഡ് ലെൻസ്, 1.4 UM ഡുവൽ പിക്സൽ PDAF സപ്പോർട്ട്. സെക്കൻഡറി ക്യാമറ വരുന്നത് 16MP 2.4 അപ്പാച്ചർ, 50mm ടെലിഫോട്ടോ ലെൻസ്, 1.0 UM PDAF സപ്പോർട്ട്, പിന്നെ OIS 2x ഒപ്റ്റിക്കൽ സൂം എന്നീ സവിശേഷതകളുമുണ്ട്. സെൽഫി ക്യാമറ വരുന്നത് 8MP 2.0 അപ്പാച്ചർ, 22mm വൈഡ് ലെൻസ്, 1.22 UM ആണ്. പിന്നെ ടോപ്പ് 3D ക്യാമറ, ഡെപ്ത് ആൻഡ് ബയോമെട്രിക് സെൻസേഴ്സ് ആണ് വരുന്നത്. ബാറ്ററി വരുന്നത് നോൺ റിമൂവബിൾ ലിഥിയം പോളിമർ 2800 mAh ആണ്. പിന്നെ 18 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, QI സ്റ്റാൻഡേർഡ് വയർലെസ് ചാർജിങ് സപ്പോർട്ടുമുണ്ട്. ഗ്ലോസി ബ്ലാക്ക് റിച്ച് ലുക്കാണ് ഫോണ് ആകെ മൊത്തം. പിക്സൽ 3യിൽ നൈറ്റ് സൈറ്റ് ആയിരുന്നെങ്കിൽ പിക്സൽ 4ൽ പുതുതായി കൊണ്ടുവന്നിരിക്കുന്നത് ആസ്ട്രോ ഫോട്ടോഗ്രാഫിയാണ്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആസ്ട്രോ ഫോട്ടോഗ്രാഫി. നക്ഷത്രങ്ങളുടെയും മറ്റും ഫോട്ടോകൾ ഫോൺ ഉപയോഗിച്ച് വളരെ ഭംഗിയായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ആസ്ട്രോ ഫോട്ടോഗ്രാഫി. ലോങ് എക്സ്പോഷർ ഷോട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് ട്രൈപോഡ് അത്യാവശ്യമാണ്. ഒരു പിക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടി 1 to 4 minutes വരെ ചിലപ്പോൾ എടുത്തേക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലെത്താൻ ഞാൻ ശ്രമിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.